ഹായ് നമസ്കാരം, ഞാൻ വിപിൻ. എല്ലാവർക്കും മലയാളം ടെക് ടോക്കിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഫോൺ ആൻഡ്രോയിഡ് ഡിവൈസ് റൂട്ട് ചെയ്തിട്ടുള്ളതാണെങ്കിൽ അതിലുപയോഗിക്കേണ്ട നിങ്ങൾ മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ട മൊത്തം 5 ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും. ഒരുപക്ഷെ നിങ്ങളുടെ ഫോൺ റൂട്ട് ചെയ്ത ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ റൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ജസ്റ്റ് ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കാണുന്നവരുണ്ടാവും. എല്ലാവരും എനിക്ക് ആദ്യം പറയാനുള്ളത്, നമ്മുടെ ഈ ചാനലിനകത്ത് ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്, ഓൾ അബൌട്ട് റൂട്ടിംഗ് എന്ന് പറയുന്നൊരു മലയാളത്തിലുള്ളൊരു വീഡിയോ ഉണ്ട്, ട്യൂട്ടോറിയലാണ്. അത് കേട്ടാൽ നിങ്ങൾക്ക് എന്താണ് റൂട്ടിംഗ് എന്നും അതുപോലെ റൂട്ടിങ്ങിൻ്റെ എല്ലാ ഡീറ്റെയിൽസും A to Z റൂട്ടിങ്ങിനെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് ആ ഒരൊറ്റ വീഡിയോ ഒന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ, ദോഷങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ നിങ്ങൾക്ക് അതിനെന്തെങ്കിലും നിങ്ങളെ ഫോൺ റൂട്ട് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്ന് വേണ്ട എല്ലാ ഡീറ്റെയിൽസും കൃത്യമായിട്ട് നമ്മൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. സോ ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം നിങ്ങളൊരു റൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ വീഡിയോ കാണാം. സോ ഇതിൽ മൊത്തം ഞാൻ പറഞ്ഞ പോലെ 5 വീഡിയോസ് ഉള്ളത്. ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് തന്നെ, നമ്മൾ ആ വീഡിയോ ഇട്ട ശേഷം ഒരുപാട് ആൾക്കാർ റൂട്ട് ചെയ്തതിന് ശേഷം ഞാൻ എന്തൊക്കെ ചെയ്യണം, ഞാൻ ഏതൊക്കെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് ഒരുപാട് പേര് പറഞ്ഞിരുന്നു. അതിൻ്റെ ഒരു ഫോളോ അപ്പ് എന്ന രീതിയിലാണ് ഈ വീഡിയോ വരുന്നത്. അതുപോലെ ഇപ്പോൾ ഒരുപാട് പേര് ഫേസ്ബുക്കിൽ അതുപോലെ യൂട്യൂബിനകത്ത് തന്നെ നമ്മുടെ ഈ വീഡിയോക്കകത്ത് കമൻറ്റിൻ്റെ ഭാഗത്ത് ഒരുപാട് പേര് സംശയങ്ങൾ ചോദിക്കാറുണ്ട്. അതുപോലെ നമ്മുടെ എല്ലാ വീഡിയോൻ്റെ അടിയിലും നമ്മുടെ ഈ ചാനലിലെ ഒരു ഫേസ്ബുക്ക് ലിങ്ക് ഇട്ടിട്ടുണ്ട്, ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക്. നിങ്ങൾക്ക് അതിനകത്ത് കയറിയിട്ട് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഏത് ഡൗട്ട് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ മാക്സിമം റിപ്ലൈ ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ആൻഡ് പിന്നെ ഒരു മെയിനായിട്ടുള്ളൊരു മേജർ കാര്യം എന്ന് പറയുന്നത്, എല്ലാ വീഡിയോ ഇടുന്ന സമയത്തും ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്യണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം എന്നൊക്കെ. സോ ഈ അടുത്ത് ഒരു വീഡിയോ ഇട്ട ശേഷം ഒരാൾ ചോദിച്ചൊരു ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ ഇത് നിങ്ങളെ ഫ്രണ്ട്സിൻ്റെ വാട്സപ്പിലും അതുപോലെ ഫേസ്ബുക്കിലൊക്കെ ഷെയർ ചെയ്യാൻ പറയുന്നത്, ഈ വീഡിയോ ഷെയർ ചെയ്യാൻ പറയുന്നത് ഏൺ ചെയ്യാനല്ലേ എന്നാണ് ചോദിച്ചിട്ടുള്ളത് പുള്ളി. പൊതുവേ അങ്ങനെ ഒരു ധാരണയുണ്ട്, നമ്മൾ ഇപ്പോൾ വാട്സപ്പിൽ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ പറഞ്ഞാൽ വ്യൂവേഴ്സ് കൂടും ഓട്ടോമാറ്റിക്കലി. സോ യൂട്യൂബിൽ അങ്ങനെ വ്യൂവേഴ്സ് കൂടി കഴിഞ്ഞാൽ ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സംഗതിയാണ്. പക്ഷേ അതിലുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, $100 ആവണം നമുക്ക് യൂട്യൂബിൽ നിന്ന് റിട്ടേൺ കിട്ടാൻ വേണ്ടിയിട്ട്. ആ $100 ആവുമെന്ന് പറയുന്നത് ഏറ്റവും അത്ര എളുപ്പപ്പണിയൊന്നുമല്ല. നിങ്ങൾക്കറിയാം, നമുക്ക് ഈ ചാനലിനകത്ത് തന്നെ നമുക്കൊരു 10-15 വീഡിയോസ് ഉണ്ട്, ട്യൂട്ടോറിയൽ വീഡിയോസ് ഉണ്ട് മലയാളത്തിലുള്ള. അതിൽ ഏണിങ്സ് ഇപ്പോൾ ബി ഫ്രാങ്ക് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഇതുവരെ ഏൺ ചെയ്തിട്ടുള്ള ആകെ $7 താഴെയാണ്. സോ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് അറിയാൻ പറ്റും, ഒരു 539, അതായത് ഒരു 539 രൂപയുടെ അടുത്ത് മാത്രമേ ഞാൻ ഏൺ ചെയ്തിട്ടുള്ളൂ. ഇനി ഒരു ഏകദേശം ഒരു $100 ഈ ചാനൽ എത്തണം എന്നുണ്ടെങ്കിൽ മിനിമം ഒരു 1.5 ഇയർ, 1.5 കൊല്ലം പിടിക്കും. അതായത് 1.5 കൊല്ലം പിടിച്ചാലേ $77 ലൈക്ക് 7,000 സംതിങ് എനിക്ക് കിട്ടുള്ളൂ. സോ ദിസ് ഇസ് നോട്ട് ഫോർ എന്താ പറയുക മേക്കിംഗ് മണി. ഇത് ടോട്ടലി ഒരു ഏർണിങ്സ് ഉണ്ടാക്കുക എന്നുള്ളൊരു കാരണം മാത്രമല്ല ഈ ചാനൽ എന്ന് പറയുന്നത്. ഇറ്റ്സ് അബൌട്ട് പാഷൻ. നമുക്കറിയുന്ന കാര്യങ്ങൾ നമ്മൾ ബാക്കിയുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഒരു മെയിൻ ഉദ്ദേശം. അത് നിങ്ങളോട് പറയണം എന്ന് തോന്നി. അതുപോലെ ഇതുപോലെ നിങ്ങൾ ഒരുപാട് പേര് കമൻസൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ഫേസ്ബുക്കിൽ ഇങ്ങനെ നിങ്ങളെ റിവ്യൂസും കമൻസൊക്കെ പറയുകയാണെങ്കിൽ ഇറ്റ്സ് ബെറ്റർ. കാര്യം നിങ്ങൾ ഒരുപാട് പേര് വോളിയം കുറവാണെന്നുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. സോ അതിലൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, നല്ല ഫോട്ടേജ് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. സോ നിങ്ങളുടെ നല്ല റിവ്യൂസാണ് നമുക്ക് കൂടുതൽ മോട്ടീവ് നൽകുന്നു, അതുപോലെ ഇൻസ്പിറേഷനും കൂടുതൽ എന്താ പറയുക നന്നാക്കാൻ ശ്രമിക്കുന്നതൊക്കെ. സോ നമുക്ക് ഈ ആപ്പിൻ്റെ ഈ ആപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം, എന്താണ് അതിൻ്റെ ഉപകാരങ്ങൾ എന്നും കൂടെ നോക്കാം. അതിൽ ഫസ്റ്റ് വൺ നമ്മൾ ചെയ്യാൻ പോകുന്നത് സൂപ്പർ SU എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷനാണ്. അത് സൂപ്പർ SU എന്താണെന്ന് ഒരുപക്ഷെ റൂട്ട് ചെയ്തിട്ടുള്ള ഡിവൈസ് ഉപയോഗിക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റുന്നുണ്ടാവും. സോ നമ്മൾ സൂപ്പർ SU എന്ന് പറയുന്നത് നിങ്ങളെ ഒരു സൂപ്പർ യൂസർ പെർമിഷനാണ് നൽകുന്നത്. അതായത് നമുക്ക് ഏത് റൂട്ടഡ് ഡിവൈസ് യൂസ് ചെയ്യുകയാണെങ്കിലും അതിന് സൂപ്പർ യൂസർ കൺഫർമേഷൻ കൊടുക്കണം, അല്ലാതെ നമുക്ക് ഫംഗ്ഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതായത് സൂപ്പർ SU എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നിങ്ങളെ ഫോണിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ റൂട്ടഡ് ഡിവൈസുകൾ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ രണ്ടാമത്തെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഫ്ലാഷിഫൈ എന്നൊരു ആപ്ലിക്കേഷനാണ്. നമ്മളിപ്പോൾ TWRP റിക്കവറി, അതുപോലെ അങ്ങനെ നമ്മൾ റിക്കവറിയിൽ വെച്ചിട്ട് ഫ്ലാഷ് ചെയ്യുന്ന പല പരിപാടികളുണ്ട്, സിപ്പ് ഫയലുകൾ.
അത് അങ്ങനെ ചെയ്യാതെ നമ്മുടെ ഫോണിൻ്റെ ഈ ആപ്ലിക്കേഷനുള്ളിൽ കയറി നമുക്ക് സിപ്പ് ഫയലുകൾ ഫ്ലാഷ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഈ കാണുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ ഒരു പുതിയൊരു ഫംഗ്ഷൻ ഒരു ഫീച്ചർ കിട്ടാൻ വേണ്ടി നമ്മൾ ചില ഫയലുകളൊക്കെ ഫ്ലാഷ് ചെയ്യും XD എന്നൊക്കെ എടുത്തിട്ട്. അത് ചെയ്യാനുള്ളൊരു ഉപകാരപ്പെടുത്തുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഫ്ലാഷിഫൈ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, അതൊരു ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾ എന്തുകൊണ്ട് റൂട്ട് ചെയ്ത് എന്തുകൊണ്ട് അതിൻ്റെ മാക്സിമം നമുക്കതിൻ്റെ യൂസ് ചെയ്തുകൂടാ എന്നുള്ള സംഗതികളൊക്കെ ഉണ്ട്. അതിന് വേണ്ടിയുള്ള ഒരു ആപ്ലിക്കേഷനാണിത്. ബൂട്ട് ആനിമേഷൻ എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. സോ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പേര് പോലെ തന്നെ നമ്മുടെ ഫോണിൻ്റെ ബൂട്ട് ആനിമേഷൻ ചേഞ്ച് വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. സോ നിങ്ങളിപ്പോൾ നമ്മളെ നോർമൽ ഫോണിൻ്റെ അകത്ത് അതിൻ്റെ സ്റ്റോക്ക് അല്ലെങ്കിൽ സാംസങ് ആണെങ്കിൽ സാംസങ് എന്ന് എഴുതി കാണിക്കും, അല്ലെങ്കിൽ മോട്ടോറോള ആണെങ്കിൽ മോട്ടോറോള അങ്ങനെയാണ് എഴുതി കാണിക്കുന്നത്. പക്ഷേ നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് റൂട്ട് ചെയ്ത ഡിവൈസ് ആണെങ്കിൽ. സോ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് ഒരുപാട് ബൂട്ട് ആനിമേഷൻസ് കാണിക്കുന്നുണ്ട്. നമുക്ക് അതിലേറ്റവും ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ബൂട്ട് ആനിമേഷൻ സെലക്ട് ചെയ്ത് അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്കത് ഈ ആപ്ലിക്കേഷൻ ജസ്റ്റ് റീബൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ നമ്മൾ ഏതാണോ സെലക്ട് ചെയ്തിട്ടുള്ളത് അത് നമ്മുടെ ബൂട്ട് ആനിമേഷനായിട്ട് വരുന്നതായിരിക്കും. അതൊരു എന്താ പറയുക, അത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല, വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് ഭയങ്കര സിമ്പിൾ UI ആണ്. ഇപ്പോൾ നമ്മളത് അപ്ലൈ ചെയ്തു, ഇൻസ്റ്റാൾ ചെയ്തു. സോ ഇറ്റ്സ് ടേക്ക് ടൈം. ഓക്കെ, നിങ്ങൾക്ക് കാണാം അത് നമ്മുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ആവുന്നതും ഇൻസ്റ്റാൾ ആവുന്നതൊക്കെ നമുക്ക് നോട്ടിഫിക്കേഷനിൽ അറിയാൻ പറ്റും. ഇൻസ്റ്റാൾ ആയി ഓൾമോസ്റ്റ്. സോ നമ്മളത് യൂസ് ചെയ്യാൻ പോവാണ്. സോ ഓക്കെ, നമ്മൾ ക്ലിക്ക് ചെയ്തു ആൻഡ് ഓക്കെ, ഇത് രണ്ടുമാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ അതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് റീബൂട്ട് ചെയ്യാൻ പോകണം. ഓക്കെ, നമ്മൾ ഈ ഫോണ് റീബൂട്ട് ചെയ്യണം. അത് റൈറ്റ് സൈഡിൽ ഏറ്റവും മുകളിലായിട്ട് റീബൂട്ട് ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് കാണാം റീബൂട്ട് എന്ന് പറയുന്നത് ഏറ്റവും അവസാനത്തെ ഒരു ഓപ്ഷൻ. അത് ക്ലിക്ക് ചെയ്യുക ആൻഡ് ഓക്കെ കൊടുക്കുക. റീബൂട്ട് എന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ നോർമൽ ബൂട്ടിംഗ് ആനിമേഷൻ മാറിയിട്ട് ഒരു പുതിയ ബൂട്ടിംഗ് ആനിമേഷൻ അതങ്ങനെ ഒരു റെഡ് കളറിൽ ഗ്ലോ ചെയ്യുന്നതാണ്. പക്ഷേ അത് കാണാൻ സാധിക്കുന്നുണ്ടോ അറിയില്ല. നമുക്ക് വേറൊരു എക്സാമ്പിൾ കൊണ്ട് നോക്കാം. ഓക്കെ, നമ്മൾ വീണ്ടും ബൂട്ട് ആനിമേഷൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണം. അതിനുശേഷം ഇപ്പോൾ നമ്മൾ വേറൊരു ബൂട്ട് ആനിമേഷൻ്റെ ഫയൽ ഇൻസ്റ്റാൾ ചെയ്തു. അതിനുശേഷം നമ്മളത് വീണ്ടും റീബൂട്ട് ചെയ്തു ഫോണ്. സോ ഇതാ വേറൊരു ബൂട്ടിംഗ് ആനിമേഷൻ കണ്ടു. അത് നമ്മുടെ നോർമൽ സ്റ്റോക്ക് കമ്പനി തരുന്ന ബൂട്ടിംഗ് ആനിമേഷൻ, ബോറിംഗ് ബൂട്ടിംഗ് ആനിമേഷൻ മാറ്റി നമ്മൾ പുതിയൊരു ബൂട്ടിംഗ് ആനിമേഷൻ കയറ്റുക എന്നുള്ളതാണ് ഉദ്ദേശം. സോ അടുത്തതാണ് ആഡ് അവേ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ യൂട്യൂബ് കാണുമ്പോഴും അതുപോലെ വേറെ ആപ്ലിക്കേഷൻസൊക്കെ യൂസ് ചെയ്യുമ്പോഴും അതിനകത്തുള്ള ആഡുകൾ എങ്ങനെ ഒഴിവാക്കാം എന്ന് നമ്മൾ ആലോചിക്കാറുണ്ട്. പെയ്ഡ് അല്ലാത്ത ഫ്രീ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് വരുമ്പോൾ ഒരുപാട് ആഡുകൾ നമ്മുടെ ഫോണിനകത്ത് കയറാറുണ്ട്. അത് ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്ന് പറയുന്നതാണ് ആഡ് അവേ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. സോ ആഡ് അവേ ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഫോണിനകത്ത് കാണുന്ന എല്ലാ പരസ്യങ്ങളും അവർ ബ്ലോക്ക് ചെയ്ത് കളയും. സോ ആദ്യം നമ്മൾ ഡൗൺലോഡ് ഫയൽ ആൻഡ് അപ്ലൈ ദ ബ്ലോക്കിംഗ് എന്നാണ് പറയുന്നത്. അതിനൊരു ഫയൽ ഡൗൺലോഡ് ചെയ്യണം. അത് അത്ര വലിയ ഫയലൊന്നുമല്ല. സോ നമ്മളത് ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത്രയേ ഉള്ളൂ. അത് ചെയ്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെ നമ്മുടെ ഫോണിനകത്ത് ഒരു തരത്തിലുള്ള ആഡ്സും വരില്ല. സോ അടുത്ത ആപ്ലിക്കേഷൻ സിസ്റ്റം അൺഇൻസ്റ്റാൾ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അതായത് നിങ്ങൾക്കറിയാം, റൂട്ട് ചെയ്താൽ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് നമ്മുടെ ഫോണിനകത്ത് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ്. ഇപ്പോൾ നമ്മളൊരു ഇപ്പോൾ സാംസങ്ങിൻ്റെ ഒരു ഫോൺ മേടിക്കുകയാണ്, സാംസങ്ങിൻ്റെ കുറച്ച് ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. മൈക്രോമാക്സ് ആണെങ്കിൽ മൈക്രോമാക്സിൻ്റെ കുറച്ച് ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. MI ആണെങ്കിൽ MIൻ്റെ കുറച്ച് ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. ആ ആപ്ലിക്കേഷൻസ് നമ്മളറിയാതെ തന്നെ നമ്മുടെ ഫോണിനകത്ത് ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ അത് ബാറ്ററിയെയും നമ്മുടെ പെർഫോമൻസിനെയും ഒക്കെ ബാധിക്കും. സോ അങ്ങനത്തെ ആപ്ലിക്കേഷൻ റിമൂവ് ചെയ്യാനുള്ള ഒരു ആപ്ലിക്കേഷനാണിത്. സിസ്റ്റം ആപ്പ് റിമൂവർ എന്നാണ് ഈ ആപ്പിൻ്റെ പേര്. സോ അത് ഈ പറയുന്ന എല്ലാ ആപ്ലിക്കേഷൻസും നമ്മൾ ലിങ്ക് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അങ്ങനെ ഈ ആപ്ലിക്കേഷൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റോറിൽ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. ഇതെല്ലാം പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ആപ്സാണ്. സോ നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നിങ്ങളെ
പ്രീ ഇൻസ്റ്റാൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്തിട്ട് അൺഇൻസ്റ്റാൾ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഫോണിനകത്തുനിന്ന് ആ സിസ്റ്റം ആപ്ലിക്കേഷൻ റിമൂവ് ആയി പോയിക്കോളും. ഓക്കെ, നെക്സ്റ്റ് വൺ നമ്മൾ നോക്കാൻ പോകുന്നത് ടൈറ്റാനിയം ബാക്കപ്പ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ടൈറ്റാനിയം ബാക്കപ്പ് എന്ന് പറയുമ്പോൾ അത് ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഫോൺ APK ഫയലായിട്ട് നമ്മുടെ ആപ്സ് നമ്മുടെ ഫോണിനകത്ത് APK ഫയലായിട്ട് യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ ഈ APK ഫയലിൻ്റെ കൂടെ ആ ഫോണിൻ്റെ ആപ്പിൻ്റെ ഡാറ്റ, ആപ്പ് ഡാറ്റ കൂടെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ലൈക്ക് ഇപ്പോൾ നമ്മളൊരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഫോൺ പെട്ടെന്ന് ഫോർമാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ടൈറ്റാനിയം ബാക്കപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ആപ്പിൻ്റെ ബാക്കപ്പ് എടുക്കുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ ഡാറ്റയുടെ കൂടെ നമ്മൾ എത്രയാണോ അത് യൂസ് ചെയ്തിട്ടുള്ളത് ആ യൂസ് ചെയ്ത അതേ ഫയലും കൂടെ നമുക്ക് ബാക്കപ്പ് ചെയ്ത് വെക്കാൻ പറ്റും. സോ അത് മെമ്മറികളിലേക്ക് ബാക്കപ്പ് ചെയ്തിട്ട് ഈ ഫോൺ ഫോർമാറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഈ പറയുന്ന ഡാറ്റ കൂടെ അതിൻ്റെ കൂടെ കിട്ടും. സോ അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ആൻഡ് ഇപ്പോൾ നമ്മൾ ടോട്ടൽ 6 ആപ്സ് പരിചയപ്പെട്ടു. അതിൽ സൂപ്പർ എസ് എന്ന് പറയുന്നത് എല്ലാവരും മസ്റ്റായിട്ട് ഒരു അൾട്രാ മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു ആപ്ലിക്കേഷനാണ്. ബാക്കി 5 മസ്റ്റ് ഹാവ് ആപ്ലിക്കേഷനാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇനി നിങ്ങൾക്ക് കൂടുതൽ ഇതിനെപ്പറ്റി അറിയണം, അല്ലെങ്കിൽ കൂടുതൽ ആപ്സ് പരിചയപ്പെടണം, അല്ലെങ്കിൽ ഇതിൽ തന്നെ ആപ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ്സ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫേസ്ബുക്കിലും നിങ്ങളുടെ വാട്സപ്പ് ഫ്രണ്ട്സിലേക്കൊക്കെ ഈ വിവരങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം നമ്മുടെ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചുവപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിനെ പറ്റി പറയുക. താങ്ക് യു.